വരുമാനവർദ്ധനവിന് ആവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ 4 വർഷമായി മദ്യത്തിന് കേരളം വില വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയാണ് കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്. ഇപ്പം 4 വർഷമായിട്ടിവിടെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മദ്യനയ രൂപീകരണ സമയത്തും ഈ പ്രപ്പോസൽ ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സർക്കാർ ആലോചിക്കുന്നില്ല എന്നത്. പല പ്രപ്പോസലുകളും ബെവ്കോയുടെ ഭാഗത്തു നിന്നും മറ്റും വരാറുണ്ട്. പ്രത്യേകിച്ച് നയരൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് വരും. അതെല്ലാം ചർച്ച ചെയ്താണല്ലോ ഒരു നയം ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ച മദ്യനയമാണ്. ആ മദ്യനയത്തിനകത്ത് നിന്നാണ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുക. അംഗീകരിച്ച മദ്യനയത്തിന് അകത്തു നിന്ന് മാത്രമേ സർക്കാർ ഏത് കാര്യത്തിലും തീരുമാനമെടുക്കൂ.